പക്ഷെ എന്റെ മോർണിംഗ് ഇവിടെയല്ല കേട്ടോ സ്റ്റാർട്ട് ആയത്. ഇവിടെയാണ് എന്റെ മോർണിംഗ് സ്റ്റാർട്ട് ആവുന്നത്. തലേ ദിവസം രാത്രി ഇരുന്ന് പുലർച്ചെ കണ്ടിട്ടാട്ടോ ഞാൻ കിടന്നുറങ്ങണേ. ഇപ്പൊ സമയം എത്രയെന്നറിയോ? ദാ നോക്ക്, 1:56. അതും PM അല്ലാട്ടോ, AM. നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യണവർക്ക് അറിയാം, നമ്മള് ഡെയിലി 10 മണിക്ക് ലൈവ് പോവാറുണ്ടെന്ന്. അപ്പൊ ലൈവിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോ ഈ നേരം ആവാറുണ്ട് കേട്ടോ. വലിയ എസ്തെറ്റിക് ആയിട്ട് കിടന്നതാണ്, ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു. ഇതാണ് എന്റെ ശരിക്കുള്ള ഗുഡ് മോർണിംഗ്. ഒരു 8 മണിക്ക് ആയിക്കാണ്. നമ്മുടെ സബ്സ്ക്രൈബർ പാത്തു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡേ ഒന്നും മുഴുവനായിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു മോർണിംഗ് ഇൻ മൈ ലൈഫ് ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഈ മോർണിംഗ് ആരും റോൾ മോഡലായി എടുക്കരുത് എന്ന് ഞാൻ പ്രത്യേകം ഡിസ്ക്ലെയിമർ ഇട്ട് പറയുന്നു. എന്തായാലും നല്ലത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നോക്കി എടുത്തോട്ടോ. 24 മണിക്കൂറിൽ 18 മണിക്കൂർ ഫോണിലായോണ്ട് തന്നെ കണ്ണും മുഖവും ഞാൻ നന്നായി കഴുകിയിട്ടാട്ടോ എന്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. കാരണം കണ്ണുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. എഴുന്നേറ്റ വഴി ഫോൺ നോക്കിയില്ലെങ്കിലും ചായ കുടിക്കണ നേരത്ത് ഞാൻ ഫോൺ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ നേരെ നമ്മുടെ ഗപ്പികളുടെ അടുത്ത് പോകും. 8 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഗപ്പികളൊക്കെ പ്രാക്കുന്നേ. ഈ മുതലാളിയുടെ ഒടുക്കത്തൊരു ഉറക്കം കാരണം ഞങ്ങൾക്ക് സമയാസമയത്തിന് തീറ്റയും കിട്ടണല്ലോ. ഇതിലിപ്പോ എത്ര പേര് ഇപ്പോഴും ഈ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല. കാരണം ഒരു അലങ്കാരവും ഇല്ലാത്ത എന്റെ ലൈഫിൽ ഒരു സ്ലോ മോർണിംഗ് ആട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കും. ബെഡ് മടക്കി വെക്കണേക്കാളും മുന്നേ ഞാൻ ഓടി പോകുന്നത് ചെടികളുടെ അടുത്തേക്കാട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഇത് ഞാൻ തോട്ടീന്ന് കട്ടുകൊണ്ട് വന്ന ആമ്പലാട്ടോ. ആശാൻ ഇതുവരെ പൂവൊന്നും തന്നില്ലെങ്കിലും ഇലയൊക്കെ ആവശ്യത്തിലേറെ തരുന്നുണ്ട്. കൊതുവൊക്കെ മുട്ടയിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആമ്പലിന്റെ ഡവറേ കൂടെ എന്നും ഞാൻ വെള്ളം കുത്തി ഒഴിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ പൂച്ചയും കിളികളൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്നാ വന്ന് വെള്ളം കുടിക്കുന്നത്. മിക്ക ദിവസവും ചെടി നനച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൾബറി എനിക്ക് ഒരു മൾബറിയെങ്കിലും തരാണ്ട് പോവാറില്ല കേട്ടോ. രാവിലെ തന്നെ ഇതൊക്കെ ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ എന്റെ സാറേ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞ്. ഒരു പണി എടുക്കാണ്ട് അങ്ങനെ കിടന്നോറും. എലീനെ പിടിക്കാൻ വേണ്ടി വളർത്തിയതാണെങ്കിലും ഇവൾക്ക് എന്താ എലീന്ന് പോലും അറിഞ്ഞു. ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞാൽ നേരെ ഞാൻ പോണത് റൂമിലോട്ടാട്ടോ. തലേ ദിവസത്തെ ബാഗ്, വെള്ളം കുപ്പി, ഡ്രസ്സ്. എന്റെ അമ്മ എപ്പോഴും പറയും ലോകത്തില്ലാത്ത സകലമാന സാധനങ്ങളും ഇവിടെ. ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ലെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു അമ്മ പറയണേൽ കാര്യമില്ലാതില്ല. എന്റെ റൂമിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് ആട്ടോ ഇത്. ആ ജനലെ അങ്ങ് തുറന്ന അവിടെ നിന്ന് വരുന്ന ഒരു കാറ്റുണ്ടല്ലോ എന്റെ സാറ്, അതെനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി. ജനലയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ കലണ്ടർ വെച്ചേക്കണേ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ നന്നായിട്ട് അറിയെങ്കിൽ പണി എടുക്കണോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ മൺഡേ ടു ഫ്രൈഡേ ഒരേപോലെ ഇരിക്കുന്നു. ഈ വീഡിയോയില് സ്ഥിരം യൂസ് ചെയ്യണ എന്റെ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. അത് യാതൊരു വിധത്തിലുള്ള പ്രമോഷനും അല്ല കേട്ടോ. റൂം മേക്ക് ഓവർ ചെയ്തോണ്ടാണോന്നറിയില്ല ഇപ്പൊ റൂമൊക്കെ ക്ലീൻ ആക്കണത് എനിക്ക് ഇഷ്ടമുള്ള പരിപാടി ആയിക്കണ്. വെള്ളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്, ഒറ്റയടിക്കല്ല കേട്ടോ. സിപ്പായി കുറച്ചീശെ. രാവിലെ ഉറങ്ങിക്കിടക്കുമ്പോ അച്ഛനൊരു റൗണ്ട് തുടച്ചിട്ട് പോയെങ്കിലും ഞാൻ എഴുന്നേറ്റതിന് ശേഷം എന്റെ വക ഒരു അടിച്ചുവാരലുണ്ട് കേട്ടോ. പതിവില്ലാണ്ട് നമ്മുടെ ബ്ലൂ ഗപ്പീസ് ഇന്ന് ഭയങ്കര ആക്റ്റീവ് ആട്ടോ. നേരത്തെ ഫുഡ് കിട്ടിയതിന്റെ സന്തോഷാന്ന് തോന്നുന്നു. റൂമിനകത്ത് ഞാനൊരു സ്നേക്ക് പ്ലാന്റും ഗപ്പീനും വെച്ചത് റൂം കുറച്ചും കൂടി ഒന്ന് ലൈവ്ലി ആയിട്ട് ഇരിക്കാനാട്ടോ. അടിച്ചുവാരൽ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഞാൻ യോഗയിലോട്ട് പോകും. ഡെയിലി ഞാൻ യോഗ ചെയ്യുന്നുണ്ട് എന്ന് പറയില്ല, എന്നാലും ചില ദിവസങ്ങളൊക്കെ എന്റെ എനർജി ഭയങ്കര ലോ ആയിരിക്കും. ആ സമയത്ത് കുറച്ച് ബ്രീത്തിങ്ങും സ്ട്രെച്ചിങ്ങും സൂര്യ നമസ്കാരം ഒക്കെ ചെയ്ത് വരുമ്പോ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും കേട്ടോ നമ്മുടെ മൈൻഡും ബോഡിയും. ഞാൻ വെറുതെ പറയണതല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ആദ്യമൊക്കെ എന്റെ മാം ഇത് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചിരുന്നു ഒരു സൂര്യ നമസ്കാരല്ലേ, അത് ചെയ്തുകൊണ്ട് എന്താക്കാനാണ്. പിന്നെ അത് ചെയ്തു തുടങ്ങിയപ്പോഴാട്ടോ അതിന്റെ വ്യത്യാസം എനിക്ക് മനസ്സിലായത്. നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ വിഷമങ്ങളും ടെൻഷനുകളും ഒക്കെ ഉണ്ടാവില്ലേ, ആ സിറ്റുവേഷൻസ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാൻ ഈ യോഗ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യോഗ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ലോണം വിശന്നിട്ടുണ്ടാവും, വേർത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കിച്ചണിലോട്ട് പോയിട്ട് രാവിലെ എന്ത് കിട്ടുന്നോ അതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങണേക്കാളും മുന്നുള്ള സ്റ്റാർട്ടർ എന്നും പറയാം. ഈ ജ്യൂസ് ഞാൻ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ കുറച്ച് മക്കാനിയും പുഴുങ്ങിയ മുട്ടയിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. റൂമിലെ ജനലൊക്കെ തുറന്ന് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഞാൻ കഴിക്കും. കൂടെ ആ ഫോണൊന്ന് തോണ്ടും. കള്ളു കുടിക്കുമ്പോ അച്ചാറ് ടച്ചിങ്സ് കിട്ടണ പോലെ ഫോണാണ് എന്റെ ടച്ചിങ്സ്. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോ സമയം ഒരു 10:30 കാണും. ഇപ്പോഴാണ് എന്റെ കുളീന്റെ ടൈം. അപ്പൊ ഞാനൊരു കുളി പാസ്സാക്കിയിട്ട് വരാം. തല ഞാൻ എല്ലാ ദിവസവും കുളിക്കാറില്ല കേട്ടോ. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ് വാഷ് ചെയ്യാറ്. ഇനിയിപ്പൊ തലേ ദിവസം നന്നായിട്ട് തലയൊക്കെ വേർത്തിരിക്കാന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് കുളിക്കും കേട്ടോ. എന്നിട്ട് ഒരു മൈക്രോ ഫൈബർ ഇങ്ങനത്തെ ഒരു ടവല് വെച്ചിട്ടാണ് ഞാൻ മുടി ഡ്രൈ ആക്കണത്. അതിന് ഗുണം എന്താന്ന് വെച്ചാൽ മുടിന്ന് ഇങ്ങനെ ഉറ്റി വെള്ളം ഡ്രസ്സിലേക്കൊന്നും പോകില്ല. ഇതിന്റെ ബാക്കിൽ ബട്ടൺ വെച്ച് ലോക്ക് ചെയ്യണോണ്ട് അഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് കുറച്ചീശായിട്ട് വെള്ളം കുടിക്കുക. എന്റെ കുളി സീനിലോട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം ഞാൻ യൂസ് ചെയ്ത സോപ്പും ഷവർ ജെല്ലും ഇവിടെ
കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് സോപ്പിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടം ഷവർ ജെല്ലാണെങ്കിലും ഈ സോപ്പ് ഭയങ്കര ഒരു മിന്റ് എഫക്റ്റ് ഉള്ള സോപ്പാട്ടോ. ഷവർ ജെല്ലാണെങ്കിൽ ഏതാണ്ടൊക്കെ തീരാറായിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താലും മതി, ഭയങ്കര ഫ്രഷപ്പ് ആവും നമ്മുടെ ബോഡി. അത് കഴിഞ്ഞാൽ നേരെ ഞാനൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യട്ടോ. ഇതെന്റെ ചേച്ചി പറഞ്ഞ് നല്ല റിവ്യൂ കേട്ട് യൂസ് ചെയ്ത് തുടങ്ങിയതാ. ഇതിപ്പോ ഏതാണ്ട് ഒരു പകുതിയൊക്കെ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. തേക്കുമ്പോ തന്നെ നല്ല ഹൈഡ്രേഷൻ ആട്ടോ. ഈ അടുത്ത് ഫുള്ള് ലൈറ്റിലും ലാപ്ടോപ്പിലും വർക്ക് ചെയ്യണോണ്ട് സൺസ്ക്രീൻ ഞാൻ എപ്പോഴും ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ആളായ കാരണം നല്ല ടാൻ കിട്ടിയിട്ടില്ലേ ഗൈസ്? ആ ഡിഫറൻസ് ഒന്ന് നോക്കി. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും സൺസ്ക്രീൻ എടുത്താൽ മതി. ഞാനിത് എപ്പോഴോ മേടിച്ചതായോണ്ട് അത് തീർക്കാൻ വേണ്ടി യൂസ് ചെയ്യണതാട്ടോ. സത്യത്തിൽ ഈ സൺസ്ക്രീൻ ഭയങ്കര സ്റ്റിക്കിയാണ്. അമ്മ വന്നിട്ട് പറയാണ് പുറത്ത് നല്ല കാറ്റുണ്ട്, നോക്കിയപ്പോണ്ടല്ലോ ഒരു മഴയ്ക്കുള്ള ചാൻസ് ഞാൻ കാണുന്നു. ഈ മഴ വരുന്നേക്കാളും മുമ്പുള്ള ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, നല്ല തണുത്ത കാറ്റും ഇലയൊക്കെ ഇങ്ങനെയുള്ള വീഴ്ചയും, അതൊരു വല്ലാത്ത ഫീലാട്ടോ. സ്കിൻ കെയർ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇതാണ് എന്റെ ശരിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ലിയും ചമ്മന്തി. പുറത്ത് നല്ല കാറ്റായോണ്ട് തന്നെ പുറത്തിരുന്ന് തന്നെ തിന്നാന്ന് വിചാരിച്ചു. സത്യത്തിൽ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് പേഴ്സൺ ഒന്നല്ല. 3 നേരം ചോറ് കിട്ടിയ അത്രയും സന്തോഷം. ഫുഡ് കഴിച്ച നേരെ ഇനി വർക്കിലോട്ടാണ്. ലാപ്പിലോട്ട് കണ്ണു നട്ടിരിക്കുമ്പോ ഒരു കണ്ണാടിയും ഇടയ്ക്കിടയ്ക്ക് വെള്ളവും ഞാൻ എടുത്ത് കുടിക്കാറുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ ഒരു ദിവസത്തെ 60% ഈ റൂമിലാണ്. പണിയെല്ലാം കഴിഞ്ഞ് ഒരു ചായ കിട്ടുമ്പോ ഒരു സുഖം ഉണ്ടല്ലോ എന്റെ സാറേ, ശാലായി. എന്റെ മോർണിംഗ് വ്ളോഗ് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. കാരണം ഒട്ടും ഫാൻസി ഇല്ലാത്ത ഒരു മോർണിംഗ് റൊട്ടീനായിരുന്നു. എന്റെ റൊട്ടീൻ ഇങ്ങനെയാണ്. നിങ്ങൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണേന്ന് താഴത്ത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.